ഇടുക്കിയിൽ നിന്നും ജെയിൻ രാജു തുടരുന്നുണ്ട്. ജെയിൻ, ഇടുക്കിയെ സംബന്ധിച്ച് ഒരുപാട് സന്ദർശകരൊക്കെ എത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഒരു ജില്ലയാണ്. ഒപ്പം മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും മുന്നറിയിപ്പായി തന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും നിയന്ത്രണം? മോത്തി, ഇതുവരെ ജില്ലയിൽ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം സാധാരണ ഇത്തരം അലർട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ മലയോര മേഖലയിൽ രാത്രി നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത്രത്തോളം അലർട്ട് പ്രഖ്യാപിക്കേണ്ട ഈ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കേണ്ട തരത്തിലേക്ക് ശക്തമായ മഴ ഹൈറേഞ്ച് മേഖലയിൽ പെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതുവരെ അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ജാഗ്രത തീർച്ചയായിട്ടും വേണ്ട സമയമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തില്ലെങ്കിൽ പോലും പല സ്ഥലത്തും ഈ മലയോര മേഖലയിൽ മരങ്ങൾ ഒടിഞ്ഞു വീണുണ്ടാകുന്ന അപകടങ്ങൾ വ്യാപകമായിരുന്നു. ഇന്നലെയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചിത്തിരപുരത്തിന് സമീപം വാഹനത്തിന് മുകളിലേക്ക് ഒരു മരത്തിന്റെ വലിയ ശിഖരം ഒടിഞ്ഞു വീണ അപകടമുണ്ടായി. അതിന്റെ തലേദിവസവും സമാനമായിട്ടുള്ള ഒരു അപകടം കല്ലാർ മാങ്കുളം റോഡിലുണ്ടായി. ഇങ്ങനെ തുടർച്ചയായി മരം വീണിട്ടുള്ള അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അതിന് മഴ പെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ശക്തമായിട്ടുള്ള കാറ്റാണ് മലയോര മേഖലയിൽ വീശുന്നത്, പ്രത്യേകിച്ച് മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പും ജാഗ്രതയും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ട, പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം തന്നെയാണ്. കൊച്ചി ധനുഷ്കോടിയിൽ ദേശീയപാതയിൽ മരം മുറിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേര്യമംഗലം മുതൽ ഇരുമ്പുവാലം വരെയുള്ള വനമേഖലയിൽ മരം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമുള്ളത്. വനം വകുപ്പ് ഇതിനോട് സഹകരിക്കുന്നില്ല എന്നൊരു പരാതി ജില്ലാ ഭരണകൂടത്തിനുണ്ട്. ജില്ലാ കളക്ടർ തന്നെ അവിടെ ഏതെങ്കിലും രീതിയിൽ മരം വീണ അപകടമുണ്ടായാൽ അതിന്റെ ഉത്തരവാദി മൂന്നാർ DFO ആയിരിക്കുമെന്ന് ദുരന്ത നിവാരണ നിയമപ്രകാരം ഉത്തരവും ഇറക്കിയിരുന്നു. അതിനുശേഷവും അവിടെ ചില മരങ്ങളൊക്കെ മുറിച്ചു നീക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നാട്ടുകാർ ആ കാര്യത്തിൽ പൂർണ്ണമായും സംതൃപ്തരല്ല എന്നുള്ളതാണ്. കൂടുതൽ അപകടകരമായിട്ട് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ പഞ്ചായത്തും ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ വനമേഖലയിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും വനേതര മേഖലയിലും റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മറിഞ്ഞു വീണുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെരിയാറിലെ ജലനിരപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നു നിൽക്കുകയാണ്. മറ്റ് ചെറുതോടുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ശക്തവുമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം ഇല്ലെങ്കിൽ പോലും ഈ സമയത്ത് മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. മോത്തി, ജെയിൻ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരുപാട് പ്രദേശങ്ങളുള്ള ഒരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്ക എല്ലാവരുടെയും മനസ്സിലേക്ക് ഈ നിരന്തരം മഴ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. ആ തരത്തിലുള്ള പ്രത്യേക മേഖലകൾ, അവിടെയുള്ള ശ്രദ്ധ, അതൊക്കെ ഏത് തരത്തിലാണ്? ജില്ലാ ഭരണകൂടം, ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ആ തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? മോത്തി, തീർച്ചയായിട്ടും മലയോര മേഖലയിൽ ഏത് പ്രദേശത്തും മണ്ണിടിയാനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ചില സ്ഥലങ്ങളൊക്കെ, അതായത് ഇത്തരം അപകടമുണ്ടാകാനുള്ള സ്ഥലങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ താമസിക്കുന്നവരെ ഏതെങ്കിലും രീതിയിൽ അപകട സാധ്യത കണക്കിലെടുത്തൊക്കെ മാറ്റി പാർപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ദിവസം ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. പക്ഷേ ആവശ്യമെങ്കിൽ അത് തുറക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏതൊക്കെ സ്കൂളുകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ഒരു ധാരണയോടെ ഒരു പദ്ധതി, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആവശ്യമുള്ള ഘട്ടത്തിൽ അത്തരം നടപടികളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ പോകാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിയും. ഏറ്റവും കൂടുതൽ ഈ ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ, തുടർച്ചയായി മഴ പെയ്യുമ്പോഴാണ് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത ഉണ്ടാകുന്നത്. മലയോര മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ പെയ്യുന്നുണ്ട്. കാരണം ശക്തമായ ന്യൂനമർദ്ദത്തിന് ശേഷം പെയ്ത മഴയ്ക്ക് ശേഷം ഇടവിട്ട് ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ നാളുകളെ പോലെ ഇതുവരെ അത്തരത്തിൽ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ജില്ലയുടെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത അത്തരത്തിലുള്ളതാണ്. മോത്തി, ശരി. ജെയിൻ,
ഒപ്പം തുടരുക. ഇപ്പോൾ ഞാൻ രാഹുലിലേക്കൊന്ന് പോകുന്നു. തിരുവനന്തപുരത്ത് രാഹുൽ ജിനാഥ് തുടരുന്നുണ്ട്. രാഹുൽ, തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ വളരെ ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലും ഒന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് കുറച്ച് അധികം മഴ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. നമ്മളിത് സംസാരിക്കുമ്പോഴും മഴ ചെറുതായി തന്നെ പെയ്യുന്നുണ്ട്. വലിയൊരു മഴയുടെ തുടർച്ചയായി എന്ന് കരുതുകയാണ്. നഗരത്തെ സംബന്ധിച്ചിടത്തോളം ജോലിക്കും സ്കൂളിലേക്കുമൊക്കെ പോകുന്നവരുടെ തിരക്ക് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴ കുറച്ചധികം ഗതാഗത കുരുക്കും ഉണ്ടാക്കിയിട്ടുണ്ടാകണം, അല്ലേ? മോത്തി, തിങ്കളാഴ്ച ദിവസമാണ്. ആളുകൾ വലിയ തിരക്കേറിയ വീതിയാണ്, തമ്പാനൂരാണ് നമ്മൾ നിൽക്കുന്നത്. മഴ രാവിലെ വലിയ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ മഴയുടെ ശക്തി നിലവിൽ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. എന്നാലും ഈ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മഴ തിരുവനന്തപുരം ജില്ലയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇടവിട്ട് ശക്തമായ മഴ പെയ്യുമെന്ന് നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും മഴയെ നേരിടാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം പുലർച്ചെയാണ് അതിശക്തമായി മഴ പെയ്തത്, മണിക്കൂറുകളോളം നീണ്ടു നിന്നു. ഇപ്പോൾ മഴ ചാറി മാത്രം നിൽക്കുകയാണ്, ശക്തി കുറഞ്ഞിട്ടുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടെങ്കിലും തെളിഞ്ഞൊരു അന്തരീക്ഷമാണുള്ളത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് മലയോര മേഖലയിലാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. കാരണം മലയോര മേഖലയിൽ മണിക്കൂറുകളായി ശക്തമായ മഴ തുടരുകയാണ്. നഗരപ്രദേശങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല. ഈ വലിയ ശക്തമായ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങളാണ്, പ്രത്യേകിച്ച് ചാക്ക, തമ്പാനൂർ ഭാഗങ്ങളൊക്കെ. എന്നാൽ അത്തരത്തിലൊരു സാഹചര്യം നിലവിലില്ല, വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ വലിയ മഴയല്ല തിരുവനന്തപുരം ജില്ലയിൽ പെയ്തത് എന്ന് വേണം നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ. നിലവിൽ ഇപ്പോൾ മഴയുടെ ശക്തി കുറവാണ്. സാധാരണ ആളുകളുടെ ജീവിതത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന തിരക്കിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മഴ പെയ്തിട്ടില്ല. മഴയുടെ ശക്തി നിലവിൽ തിരുവനന്തപുരത്ത് കുറവാണ്. എന്നാലും ഇടവിട്ട് ശക്തമായി മഴ പെയ്യുമെന്ന നിർദ്ദേശമുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം തിരുവനന്തപുരം ജില്ലയിലുണ്ട്. മോത്തി. ശരി രാഹുൽ. കോഴിക്കോട് നിന്ന് സാരംഗ് നായർ തുടരുന്നു. സാരംഗ്, കോഴിക്കോട് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിനൊപ്പം തന്നെ ആ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സാധ്യതയുള്ള ചില പ്രദേശങ്ങളുണ്ട്. അത്തരത്തിൽ ബുദ്ധിമുട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായുള്ള ശക്തമായ മഴയിൽ അനുഭവപ്പെട്ടിട്ടുമുണ്ട്. അവിടെയൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പോ മറ്റോ തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? മോത്തി, ജില്ലയിൽ നിലവിൽ ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. പക്ഷേ മഴ ഇത്തരത്തിൽ തുടർന്നു പോവുകയാണെങ്കിൽ വലിയ ഒരു ദുരിതമുണ്ടാകുന്ന അവസ്ഥയാണെങ്കിൽ അത്തരത്തിൽ അനുസൃതമായിട്ട് ജില്ലയിലെ ദുരിതത്തിനനുസൃതമായ തോതിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മുൻ ദിവസങ്ങളിൽ നിന്ന് ഒക്കെ തന്നെ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ വെള്ളക്കെട്ടുണ്ടായിട്ടില്ല. പക്ഷേ വരുന്ന മണിക്കൂറുകളിലും ഇത്തരത്തിൽ മഴ ശക്തമാവുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ നഗരഹൃദയത്തിലടക്കം വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി ആളുകൾക്ക് ജനജീവിതം തന്നെ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. പോരാത്തതിന് ഇന്ന് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. ആളുകളൊക്കെ തന്നെ ഓഫീസുകളിലേക്കും കുട്ടികൾ സ്കൂളിലേക്കും കോളേജുകളിലേക്കൊക്കെ തന്നെ പോകുന്ന സമയമാണ്. അപ്പോൾ വലിയ തോതിൽ തന്നെ ഇത്തരത്തിൽ ഗതാഗതത്തെ തന്നെ വലിയ തോതിൽ ഇത്തരത്തിൽ കനത്ത മഴ പെയ്യുമ്പോൾ അത് ദോഷകരമായി ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും ദേശീയപാതയുടെ ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ തന്നെ ഇത്തരത്തിൽ മഴ ദോഷകരമായി ബാധിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മോത്തി.